രണ്ടാമത് അവതാരം ആമയായിട്ട് അവതരിക്കാനാണ്. അപ്പോ ദുർവാസാവ് ദൈവത്തിനെ ശ്രമിച്ചു. നിങ്ങൾക്ക് ദേവന്മാരെ ജരയും നരയും ഉണ്ടാവട്ടെ പ്രൊട്ടസ്റ്റാണ്. മരണ ദുർവാസാവ് പരമശിവന്റെ അവതാരമാണ്. പരമശിവന്റെ അവതാരം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പാലാഴി മതം നടത്തണം. നടന്നവരത് ചെയ്യുന്നവരാണ്. പരമശിവൻ തന്നെയാണ് രക്ഷപ്പെട്ടാൽ പരിപാടി ചെയ്യുന്നത്. ദുർവാസാവ് മഹാശല്യം, ആളുകൾക്ക് ക്ഷമിക്കുക, ഉപദ്രവിക്കുക. അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങൾ അതുകൊണ്ട് പരിവരിച്ചു. അവരൊരു ഹാരം ഉണ്ടാക്കി. ഹാരം ഉണ്ടാക്കി ദുർവാസാവിന് കൊടുത്തു. ദുർവാസാവ് ഗ്രഹപ്പഴക്ക് ഇതെടുത്തിട്ട് ദേവേന്ദ്രൻ അത് ആനയുടെ തലയിൽ വെച്ചു. അതിനകത്ത് മുഴുവൻ ഈച്ചയും മുഴുവൊക്കെയുള്ള സാധനമായിരുന്നു. ഈ ദുർവാസാവിന് കൊടുത്തതെന്നറിയാമോ? ആ ഈച്ചയെല്ലാം കൂടെ ദുർവാസാവിന് മൂക്കിനകത്ത് വായിക്കാത്ത കയറി ഈ ഒരു പാഠം പഠിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ബുദ്ധിയുള്ളൂ. സ്ത്രീകൾ ഈ ഈച്ചയും ഇതൊക്കെ ഉള്ള പൂ വെച്ചിട്ട് ഹാരം ഉണ്ടാക്കും. ദുർവാസാവിന് അണിഞ്ഞുകൊണ്ട് അറിയുന്നുണ്ടല്ലോ. ആ ഈച്ചയെല്ലാം ദുർവാസാവിന്റെ മൂക്കിലും വായിലും കയറി അവരുടെ ആഫീസിൽ കിട്ടിയത് മര്യാദ പഠിപ്പിച്ചത്. പക്ഷെ ഗ്രഹപ്പഴയ്ക്ക് ദുർവാസാവ് ദേവേന്ദ്രൻ കൊടുത്തു. ദേവേന്ദ്രൻ ആനയുടെ പുറത്ത് വെച്ചു. ദുർവാസാവ് ദേഷ്യം വന്നു. ആന എല്ലാം കാലിൽ താഴെ ചവിട്ടി ഈച്ചയുടെ ശല്യമാണ്. ദേവന്മാർ ശ്രമിച്ചു, നിങ്ങൾ ജരയും നരയും ഉണ്ടാവരാവട്ടെ. അപ്പൊ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? രക്ഷപ്പെടണമെങ്കിൽ പാലാഴി മദനം നടത്തി അമൃതെടുത്ത് കഴിച്ചേ പറ്റുമോ? അതിന് ദേവന്മാർ അസുരന്മാരും കൂടി യാഗം നടത്തുകയാണ്. പാലാഴി മദനം. ആ യാഗം നടത്തുമ്പോൾ ഈ പർവ്വതം എങ്ങനെ കറക്കും? ഒരു ബേസ് വേണ്ടേ? വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാൻ ആ നിലയിൽ വന്ന് എന്റെ പുറത്ത് മലയെ കുറിച്ചോ കറക്കാൻ. മല കറക്കണ്ടേ? അന്ന് ഈ മലയാളികൾ കയറൊന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. സായിപ്പുമാരെ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടില്ല. എങ്ങനെ കറക്കും? പരമേശ്വരൻ പറഞ്ഞു, എന്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകിയില്ലേ, അവനെ വിട്ടുതരാൻ. അവനെ അങ്ങോട്ട് ചുറ്റിയിട്ട് കറക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഈ വാസുകി പരമേശ്വരന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ട് ശങ്കരാഭരണം, ശങ്കരൻ ആഭരണമായെന്ന് വിളിക്കുന്നു. ആ വാസുകി ശങ്കരന്റെ കഴുത്തിൽ കിടന്നു 10 മേൽക്കോട്ടും ഇങ്ങോട്ടും പൊക്കും. ആ 10 മേൽക്കോട്ടും ഇങ്ങോട്ടും പൊക്കി ഇറക്കുകയും ചെയ്യുന്ന ആരോപണം അവരോപണവും കർണാടക സംഗീതം ഒരു രാഗമായി മാറി. ഈ പാമ്പിന്റെ 10 ആരോപണം അവരോപണം ഒരു രാഗമായി പ്രസിദ്ധമായി കർണാടക സംഗീതത്തിലെ ശങ്കരാഭരണം. തെലുഗു ക്രിസ്മസ് സിനിമയുണ്ട് ശങ്കരാഭരണം. ആ ശങ്കരാഭരണത്തെ എടുത്തോണ്ട് വന്നിട്ട് പർവ്വതത്തെ ചുറ്റി കറക്കി അത്ഭുതങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പാലാഴി മദനത്തിൽ 70 സാധനം പൊങ്ങി വരികയാണ്. നവരത്നങ്ങൾ 9 പൊങ്ങി വന്നത് പാലാഴി മദനത്തിലാണ്. പാരിജാതം പൊങ്ങി വരുന്നത് പാലാഴി മദനത്തിലാണ്. ലക്ഷ്മി ഭഗവതി പൊങ്ങി വരുന്നത് പാലാഴി മദനത്തിലാണ്. അങ്ങനെ 69 എണ്ണം കഴിഞ്ഞ് 70ാമത് പൊങ്ങി വരുന്നതാണ് അമൃതം. അപ്പോൾ ആ 70 സാധനം എന്തൊക്കെയാണെന്നുള്ളത് പാലാഴി മദനത്തിന്റെ കഥ പറയുമ്പോൾ വ്യക്തത പറഞ്ഞു തരും. ഈ സമയത്ത് നമുക്ക് കയറുന്നില്ല. പ്രധാനപ്പെട്ട കാരണം നവരത്നം, പാരിജാതം, അമൃതെല്ലാം, ലക്ഷ്മി ഭഗവതി അമൃതെല്ലാം പൊങ്ങി വന്നു. അങ്ങനെ അമൃത് കഴിച്ച് അതിൽ നിന്ന് അവരെ മോചനം നേടുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളെ ഭാഗവതം പഠിപ്പിക്കുകയാണ്. ഭൂമിയിൽ വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ നേടണമെങ്കിൽ, പരീക്ഷ പാസ്സാവണമെങ്കിൽ, വലിയ വലിയ കസര ഇരിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്തേ പറ്റത്തുള്ളൂ. കഠിനാധ്വാനം ചെയ്യാത്ത ആരുടെ ഭൂമിയിൽ വിജയമില്ല. ദർ ഇസ് നോ ഷോർട്ട് കട്ട് സക്സസ്. വിജയത്തിലേക്ക് ഉൾക്കൊള്ളുന്നില്ല. ആ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ് പാലാഴി മദനത്തിന്റെ മഹത്തായ യജ്ഞം. ഇനി ആ യജ്ഞത്തിന് ഭഗവാൻ ആമയായിട്ട് ജനിച്ചത്. ആമയായിട്ട് ജനിക്കാനുള്ള കാരണം ഈ ആമയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. നിങ്ങളെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ലേ? മുയലും ആമയോടുള്ള ഓട്ട മത്സരത്തിന് പോയി. മുയലൊരു ഓട്ടം ഓടി അവിടെ നിന്ന് ആമ പതുക്കെ പോയിട്ട് ആമ മുയലിനെ തോന്നിച്ചു. അപ്പൊ ഈ കഥ ശരിയാണെന്ന് അറിയാൻ വേണ്ടി BBC വേൾഡ് സർവീസ് അവർ റിയൽ മത്സരം നടത്തി. ഒരു 500 മീറ്റേഴ്സ് റേസ്. ഒരു ട്രാക്കിൽ ആമയെ വെച്ചു, ഒരു ട്രാക്കിൽ മുയലിനെ വെച്ചു. മുയലിന് ഒറ്റ ഓട്ടം 100 മീറ്റർ അവിടെ നിന്നു. കാര്യം മുയലിനെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് കോൾഡ് ബ്ലഡ് ആനിമലായിട്ടാണ്. കോൾഡ് ബ്ലഡ് ആനിമലിന് എനർജി സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. 100 മീറ്റർ കഴിഞ്ഞാൽ മുയലോടെ നിൽക്കുക. 100 പതുക്കെ ശ്വാസമൊക്കെ പിടിച്ച് റെഡ് ബ്ലഡ് പപ്പസിനകത്തൊക്കെ എനർജി കയറിയിട്ട് അടുത്ത ഓട്ടം ഓടാൻ പറ്റുള്ളൂ. ഈ കഴിവുകൾ മുയലിന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കുറുക്കനും ചെന്നായിക്ക് ചത്തുപോയാണ്. ഇത് ഓടി 100 മീറ്റർ എത്തുമ്പോഴാണ് കുറുക്കനും മുയലും മതി ഈ ചെന്നായി വന്ന് മുയലിനെ പിടിച്ച് എത്തുന്നത്. ആമയ്ക്ക് പ്രശ്നമില്ല. ആമ ടക്കെ 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 എന്ന് പറഞ്ഞ് നടന്ന് ആമ 500 മീറ്റർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുയൽ 450 മീറ്റർ ആയിരുന്നു. അപ്പൊ ആമയുടെ മുയലിന്റെ കഥ റിയൽ സയന്റിഫിക് ട്രൂത്താണെന്ന് BBC തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ BBC വേൾഡ് സർവീസിലെത്തി ആമയും മുയലിനെ മത്സരം അടിച്ചു നോക്കിയാണ് ആ മത്സരം രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് ആമയുടെ ഒരു ക്വാളിറ്റിയാണ്. എന്താണ് ഈ കാരണം ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിച്ചത്? സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി. ആ കഴിവുള്ള ആനിമലാണ് ആമ. ആമയെ ഈശ്വരൻ വിഷ്ണു ഭഗവാൻ ജനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചതാണ് ലോകത്തിൽ വലിയ നേട്ടം നടണമെങ്കിൽ ആമ ചെയ്ത പോലെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ.
ഇനി ആമ വലിയ ഗുണമെന്താണ്? അതിൻ്റെ ആയുസാണ്. മുയലിന് 3 കൊല്ലം ആയുസേ ഉള്ളൂ, പശുവിന് 20 കൊല്ലം ആയുസേ ഉള്ളൂ, പട്ടിക്ക് 20 കൊല്ലം ആയുസേ ഉള്ളൂ. മനുഷ്യന് ആവറേജ് ആയുസ് 75 വയസ്സാണ്. ആമയ്ക്ക് 180 വയസ്സാണ് മിനിമം. ലണ്ടൻ സൂര്യ കിടക്കുന്ന ആമയ്ക്ക് 350 വർഷം വയസ്സ് കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങൾ ചത്താലും ഭൂമി ജീവിച്ചിരിക്കുന്ന ആനിമലാണ് ആമ. ഭയങ്കര ആയുസാണ്. പിന്നെ ഒരു ന്യൂക്ലിയർ വാർ എന്ന് ഞാൻ ഒരു ആറ്റം ബോംബിട്ട് യുദ്ധം ഉണ്ടാക്കി വെച്ചോ. മനുഷ്യമൃഗങ്ങളൊക്കെ ചത്തു. 2 മൃഗം സർവേ ചെയ്തു. ഒന്ന് ആമ, മറ്റേത് പാറ്റ. ഇത് 2 ന്യൂക്ലിയർ വാർത്തകളുടെ ലക്ഷ്യമുള്ള 2 മൃഗങ്ങളാണ്. അപ്പോൾ സൂര്യ ഒരു ആറ്റം ബോംബ് യുദ്ധം ഉണ്ടായാലും സർവേ ചെയ്ത ആനിമലാണ് ആമ. ആമ നമ്മൾ വേറൊരു കാര്യം പഠിപ്പിക്കുന്നത്, ബാക്കിയുള്ള മൃഗങ്ങളിൽ ആക്രമണം ഉണ്ടായി ചത്തു. പക്ഷെ ആമയൊരു ആക്രമണം ഉണ്ടായാൽ 4 കാലം അകത്തോട്ടൊക്കെ മരിക്കും, തലയെ അകത്തോട്ട് വരും. പട്ടിയെ ആമയിങ്ങനെ കടിച്ചാൽ പട്ടിയുടെ തല്ലി പോകുന്നതല്ലാതെ ആമയ്ക്കൊന്നും പറ്റിയ. എപ്പോൾ അറ്റാക്ക് ചെയ്യണം, എപ്പോൾ വിഡ്രോ ചെയ്യണം, മനുഷ്യനെ പഠിപ്പിക്കുന്ന ആനിമലാണ് ആമ. വിഷ്ണു ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ആമ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് വിഡ്രോ ചെയ്യും. ഈ ഗുണം മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യന് രക്ഷപ്പെടും. ആ തത്വം നമ്മളെ പഠിപ്പിക്കാനാണ് ആമയായി ഭഗവാൻ ഭൂമിയിൽ 2ാമത്തെ അവതാരത്തിന് വരുന്നത്. അങ്ങനെ യാഗം കുറച്ച് കഴിഞ്ഞപ്പോൾ വാസുകി ശ്രദ്ധിച്ചു, കാളകളുടെ വിഷം ശ്രദ്ധിച്ചു. കാളകളുടെ വിഷം ഭൂമിയിലെ കൊണ്ട് പറഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യരുടെ ചത്തു. പരമശിവൻ എന്ത് ചെയ്തു? ആ വിഷം എടുത്ത് പിടിച്ചു. കണ്ടോണ്ടിരുന്ന പാർവതി കയറി. സ്ത്രീകൾ ഒരിക്കലും ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കിപ്പിടിക്കാൻ പാടുന്ന സ്ഥലമാണ് പൊങ്ങ. അവിടെ കയറി ഒറ്റ പിടി, ഒരു വരെയാണ് ചെയ്യാൻ പറഞ്ഞത്, ഒറ്റ പിടി വിഷം അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. അതാണ് വള്ളത്തോൾ നാരായണമേനോൻ പരമശിവനെ വന്നിരിക്കുന്നത്. നീലകണ്ഠനായതെന്നോ പരമശിവൻ വിഷം ഇവിടെ നിന്ന് സോൾവ് ചെയ്തത് നീലകണ്ഠനായി. അപ്പൊ ഈ പാർവതി സ്വന്തം ഭർത്താവിനെ പറ്റി അറിഞ്ഞതാണ്. സൃഷ്ടിതിരി സംഹാരം നോക്കുന്നത് പരമശിവനാണ്. മരണത്തിന്റെ ദേവനായ പരമശിവന് മരണമുണ്ടോ? ഇല്ല. അപ്പൊ സ്വന്തം ഭർത്താവ് മരണത്തിന് അധീനനാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഭാര്യ കോങ്ങിക്കീറി പിടിച്ചത്. കേരളം അറിയപ്പെടുന്ന വലിയൊരു പ്രാസംഗികനുണ്ടായിരുന്നു. ഒരിക്കൽ ഞാനത് ഒരു സ്റ്റേജിൽ പ്രസംഗിച്ച് തീർന്നപ്പോൾ അതേപോലെ എനിക്ക് വണ്ടിയില്ല, വണ്ടി വിളിച്ചാൽ മതി. സങ്കടപ്പെടും. നിങ്ങൾ വണ്ടിയിൽ പിടിക്കേണ്ട, ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ വിട്ടോളാം. ഞാൻ DGP ആണ്. 3 സ്റ്റാറുള്ള വണ്ടിയെ ഞാൻ അദ്ദേഹത്തെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. ബെല്ലടിച്ച് ഭാര്യ ഇറങ്ങിപ്പോയി. ഇവിടെ പോയി കിടക്കായിരുന്നത് 5-10 മണി വരെ. വേറൊന്നും ആദരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ഭാര്യയ്ക്ക് പുല്ല് വില. ഭർത്താവ് ആരാണെന്ന ഭാര്യയ്ക്ക് അറിഞ്ഞതാണ്. ഇത്ര മഹാനായ മനുഷ്യനെ DGP ഉപയോഗിച്ചിട്ടുണ്ട്. നീ എവിടെ പോയി കിടക്കേണ്ടതാണ് ഈ 10 കാലം. പല ഭാര്യമാണ്, കുഴപ്പമില്ല. ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ വേറെ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് ഈ പാരായണത്തിലെ വിഷം നമ്മളെ പഠിപ്പിക്കുന്നത്? ഭൂമിയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന്റെ ബൈ പ്രോഡക്റ്റ് ഒരു വിഷമാണ്. നമുക്ക് പുസ്തകം അച്ചടിക്കണം, പത്രം അച്ചടിക്കണം, നമുക്ക് ന്യൂസ് പ്രിന്റ് അച്ചടിക്കണം. പേപ്പർ ഉണ്ടായാലേ പറ്റുള്ളൂ. ആ പേപ്പറിന് വേണ്ടി നമ്മൾ പുനലൂര് ഒരു പേപ്പർ ഉണ്ടാക്കി. കാരണം കൊല്ലം ജില്ലയുടെ മലയോരങ്ങളിലാണ് ഏറ്റവും നല്ല പേപ്പർ ഉണ്ടാക്കാൻ പറ്റുന്ന ഈറ്റ വളരുന്നത്. അതുകൊണ്ടാണ് പുനലൂർ പേപ്പർ ഉണ്ടാക്കിയത്. പേപ്പറുകൾ ഉണ്ടാക്കുമ്പോൾ കല്ലടയാറ് കണ്ണീർ പോലും ഒഴുകുന്ന നദിയായിരുന്നു. ഇങ്ങനെ സന്ദേശത്തിൽ കല്ലടയെ പറ്റി കല്ലട ആറിനെ പറ്റി പറയുകയാണ്. കണ്ണീർ പോലും ഒഴുകുന്ന പുഴ. രാമമ്മ ഇങ്ങനെ സമയത്ത് രാമമ്മ ഇറങ്ങി കുളിച്ച് ആറ്റിൽ. പക്ഷേ ഉള്ളും പേപ്പറുകളിൽ അങ്ങോട്ട് ഉണ്ടായപ്പോൾ വിഷം ഇങ്ങോട്ട് പതിപ്പിക്കാൻ തുടങ്ങി. കല്ലടയാറ് മുഴുവൻ കാർത്തിരുന്നു. നമ്മൾ കൈ അങ്ങോട്ട് ഇട്ടാൽ കൈ മുഴുവൻ ചൊറിഞ്ഞ് കയറി. അപ്പോ ഇത് വളരെ നാശായി. മഹാകവി ജി ശങ്കരക്കുറുപ്പ് കല്ലടയാറിനെ പറ്റി പാടി. കല്ലടയാർ ഒഴുകുന്നു വിഷലിപ്തമായി. പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്താൽ പലരുടെ എന്ത് ചെയ്യുന്ന 70 കാര്യങ്ങൾ നോക്കുകയാണ്. നമ്മൾ മരണത്തെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ റിസൾട്ട് എന്താണ്? വിഷം. അതിനെ പരമശിവൻ കണ്ടെയ്ൻ ചെയ്ത് നമ്മൾ തൊഴിലാളി സഹാക്കൾ സമരം ചെയ്തതിനെ കൂട്ടിച്ചു. തൊഴിലാളി ഉള്ളിൽ കൂട്ടി. കോഴിക്കോട് കല്ലായിപ്പുഴയുണ്ടായി. കല്ലായിപ്പുഴ സുന്ദരമായ നദിയാണ്. മലയാള സിനിമയിൽ ആ നദിയെ പറ്റി പാടി കല്ലായിപ്പുഴ ഒരു മണവാ